അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈറോയിലെ പഴയ ഒരു പ്രദേശത്ത് ഹാജി മഹ്മൂദ് എന്നൊരു വൃദ്ധൻ ജീവിച്ചിരുന്നു. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവൻ രോഗത്താൽ ക്ഷീണിതനും ദിനങ്ങൾ അവനെ തളർത്തിയിരുന്നു. ശരീരം ദുർബലമായിരുന്നു. അവൻ്റെ എളിയ വീട് ശൈത്യത്തിൻ്റെ തണുപ്പിനെയോ വേനലിൻ്റെ ചൂടിനെയോ തടയാൻ പര്യാപ്തമല്ലായിരുന്നു. എന്നാൽ വിശ്വാസത്തോടെ തുടിക്കുന്ന ഒരു ഹൃദയവും ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലമായ കഅബയോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മാവും അവനുണ്ടായിരുന്നു. ഹജ്ജിന്റെ സ്വപ്നം യൗവനകാലം മുതൽ അവനെ വേട്ടയാടിയിരുന്നു. പക്ഷേ അതിനുള്ള പണം ഒരിക്കലും അവൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. തീർത്ഥാടകർ ടെലിവിഷനിൽ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ്റെ കണ്ണുകൾ കണ്ണീരിൽ, കുതിർന്ന ഹൃദയം പ്രതീക്ഷയാൽ നിറഞ്ഞു. ഓരോ നമസ്കാരത്തിലും അവൻ കൈകൾ ആകാശത്തേക്കുയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ രക്ഷിതാവേ, ഹജ്ജിന് പണമില്ലെങ്കിലും നിന്റെ അത്ഭുതത്താൽ എനിക്ക് ഹജ്ജ് നൽകണമേ, നിനക്കെല്ലാം സാധ്യമാണ്. ഒരു രാത്രി അവന്റെ രോഗം കൂടുതൽ വഷളായി. അവൻ നിലത്തേക്ക് വീണു എഴുന്നേൽക്കാൻ പോലും കഴിയാതെ. അയൽവാസികൾ ഓടിക്കൂടി ആംബുലൻസ് വിളിച്ചു. എന്നാൽ അവൻ തന്റെ ഖുർആനിൽ മുറുകെ പിടിച്ചു ദുആകൾ ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവുമായി സംസാരിച്ചു. ആ രാത്രിയിൽ ആദ്യത്തെ പ്രതികരണത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പുലർച്ചെ അവൻ ഉണർന്നപ്പോൾ വാതിൽക്കൽ ഒരു ചെറിയ കവർ കണ്ടുപേരൊന്നും എഴുതാതെ. അവൻ അത് തുറന്നു ലളിതമായ കയ്യെഴുത്തിൽ ഒരു കത്ത് കണ്ടെത്തി. ഹാജി മഹ്മൂദേ, അല്ലാഹുവിന്റെ ഭവനവുമായുള്ള നിന്റെ കൂടിക്കാഴ്ച അടുത്തിരിക്കുന്നു, തയ്യാറെടുക്കുക. കവറിൽ ഒരു ഹജ്ജ് യാത്ര, ടിക്കറ്റ്, വിസ, പൂർണ്ണ ചെലവുകൾ എന്നിവ ഉണ്ടായിരുന്നു. മഹ്മൂദ് ഞെട്ടിപ്പോയി. അവൻ കരഞ്ഞുകൊണ്ട് നിലത്ത് സാഷ്ടാംഗം പ്രണമിച്ചു. എന്റെ രക്ഷിതാവേ, നിന്നോട് വിളിച്ചവനെ നീ ഒരിക്കലും നിരാശനാക്കില്ല എന്നാവർത്തിച്ചു. പക്ഷേ അവന്റെ മക്കയിലേക്കുള്ള യാത്ര ഒരു തീർത്ഥാടനം മാത്രമല്ല, പുണ്യഹറമിനെ ഞെട്ടിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ തുടക്കവും കഠിന മനസ്സുള്ളവർക്ക് മേൽ അല്ലാഹുവിന്റെ കോപം ആളിക്കത്തിക്കുന്ന ഒരു സംഭവവുമായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഹാജി മഹ്മൂദ് തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി ഹജ്ജ് വിസ കൈവശമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതെ. എന്നാൽ അവന്റെ സന്തോഷം ഉടൻ തന്നെ യാഥാർത്ഥ്യത്തിന്റെ മതിലിൽ തട്ടി. യാത്രതാമസം, ഗതാഗതം എന്നിവയ്ക്കുള്ള ചെലവുകൾ എവിടെ നിന്ന് കണ്ടെത്തും? അവന്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് 100 പൗണ്ട് ഒരു ആഭ്യന്തര ടിക്കറ്റിനു പോലും മതിയാകില്ല. അവൻ തന്റെ ചെറിയ മുറിയിലെ പ്രാർത്ഥനാപായിൽ ഇരുന്നു. ആശങ്ക ഹൃദയത്തെ ഞെരുക്കി. അവൻ കൈകൾ ആകാശത്തേക്കുയർത്തി മന്ത്രിച്ചു. എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് വിളിച്ചപ്പോൾ നീ എനിക്ക് വിസ നൽകി. ബാക്കി വഴി എന്നിൽ നിന്ന് തടയരുതേ. നീ സമ്പന്നനാ, ഞാൻ ദരിദ്രനും ആവശ്യക്കാരനുമാണ്. എനിക്ക് പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് നൽകണമേ. മണിക്കൂറുകൾ കടന്നുപോയി. അയൽപ്പക്കത്തിന്റെ ശബ്ദങ്ങൾ ശാന്തമായി. രാത്രിയിൽ മങ്ങിയ വെളിച്ചവും മഹ്മൂദിന്റെ തുടർച്ചയായ ദിക്റിന്റെ ശബ്ദവും മാത്രം ബാക്കി. ക്ഷീണം അവനെ കീഴടക്കിയപ്പോൾ അവൻ വുദു ചെയ്ത് വീണ്ടും ദുആയിലേക്ക് മടങ്ങി. കണ്ണീർ അവന്റെ പ്രാർത്ഥനാപായിൽ നനഞ്ഞു. പ്രഭാതം അടുത്തപ്പോൾ അവന്റെ ഹൃദയം അതിരറ്റ ശാന്തിയിൽ മുങ്ങി. അവന്റെ പ്രാർത്ഥന മുറിയുടെ മേൽക്കൂരയെ മറികടന്ന് സ്വർഗത്തിന്റെ വാതിലുകളിൽ എത്തിയതുപോലെ. സൂര്യോദയത്തിന് ശേഷം വാതിൽക്കൽ മൃദുവായ ഒരു മുട്ടുകേട്ടു. അവൻ വിറയലോടെ വാതിൽ തുറന്നു. അവിടെ ഒരു അപരിചിതനായ യുവാവ് ഒരു തവിട്ട് കവർ പിടിച്ചു നിൽക്കുന്നു. യുവാവ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മഹ്മൂദ് അങ്കിൾ, ഒരു നന്മയെ സ്നേഹിക്കുന്നവൻ തന്റെ പേര് വെളിപ്പെടുത്താതെ ഇത് നിനക്ക് നൽകാൻ എന്നോട് ആവശ്യപ്പെട്ടു. അവൻ ഒരു വാക്കുപോലും പറയുന്നതിനു മുമ്പ് യുവാവ് പോയി. മഹ്മൂദ് കവർ തുറന്നു. അതിൽ 100,000 ഈജിപ്ഷ്യൻ പൗണ്ടിന്റെ ബാങ്ക് ട്രാൻസ്ഫർ രസീതും ഒരു ചെറിയ കുറിപ്പും കണ്ടെത്തി. നീ അവനെ വിളിച്ചു, ഏറ്റവും ഔദാര്യമുള്ളവൻ പ്രതികരിച്ചു. ഈ പണം ഉപയോഗിച്ച് അല്ലാഹുവിന്റെ ഭവനത്തിൽ ഹജ്ജ് ചെയ്യുക, ഞങ്ങളെ നിന്റെ പ്രാർത്ഥനയിൽ മറക്കരുത്. മഹ്മൂദ് ഞെട്ടിനിന്നു. കണ്ണീർ ഒഴുകി. അവൻ നന്ദിയോടെ മുട്ടുകുത്തി. അല്ലാഹുവേയോ രക്ഷിതാവേ എന്ന് വിളിക്കുന്നവൻ ഒരിക്കലും നിരാശനാകില്ല എന്ന് ആവർത്തിച്ചു. ആ നിമിഷം വെറും സാമ്പത്തിക സഹായമായിരുന്നില്ല, അത് കഅബയിലേക്കുള്ള വഴി തുറന്നു കിട്ടിയതിന്റെ ദൈവിക പ്രഖ്യാപനമായിരുന്നു. എന്നാൽ മക്കയിൽ അവനെ കാത്തിരുന്നത് ഈ വലിയ ദാനത്തെ വെറും ആമുഖമാക്കുന്ന ഒരു വലിയ ദൈവിക ഔദാര്യവും കഠിന മനസ്സുകളെ കുലുക്കുന്ന ഒരു സ്വർഗീയ കോപവുമായിരിക്കും. ഒരു ഗൗരവമേറിയ പ്രഭാതത്തിൽ ഹാജി മഹ്മൂദ് തന്റെ ലളിതമായ വെള്ളവസ്ത്രം ധരിച്ചു കണ്ണീർ അവന്റെ പാദങ്ങൾക്കു മുമ്പേ നടന്നു. ഓ അല്ലാഹു, ഇത് ഒരു സ്വീകൃത ഹജ്ജാക്കണമേ എന്ന് മന്ത്രിച്ചുകൊണ്ട് അവൻ ടാക്സിയിൽ കയറി. വിമാനത്താവളത്തിലെത്തിയപ്പോൾ ചുറ്റുമുള്ളവർ അവന്റെ മുഖത്തെ വിശ്വാസത്തിന്റെ തിളക്കം ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് പ്രകാശം വിടർന്നിരുന്നു. അവൻ ആഡംബര ബാഗ് വഹിച്ചിരുന്നില്ല,
ഒരു ഖുർആൻ, ഒരു പ്രാർത്ഥനാ പായ്, കുറച്ച് ലളിതമായ വസ്ത്രങ്ങൾ എന്നിവ മാത്രമുള്ള ഒരു ചെറിയ സഞ്ചി മാത്രമാണ് കരുതിയിരുന്നത്. എന്നാൽ അവന്റെ ഹൃദയം ആകാശം പോലെ വിശാലമായ ഒരു ആഗ്രഹം വഹിച്ചിരുന്നു. വിമാനത്തിൽ കയറിയപ്പോൾ അവന്റെ അരികിൽ ഒരു സൗദി യുവാവ് ഇരുന്നു. അവൻ ചോദിച്ചു, "നിനക്ക് മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ടോ?" മഹ്മൂദ് ക്ഷീണിതമായ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, "ഇതാണ് ആദ്യത്തെ തവണ, ഇത് അവസാനത്തേതല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു." പിന്നീട് അവൻ കണ്ണുകൾ അടച്ചാത്ര മുഴുവൻ ദുആകൾ ജപിച്ചു. അവന്റെ ഹൃദയം കഅബയോട് ബന്ധപ്പെട്ടിരുന്നു. ആത്മാവ് വിമാനത്തിന്റെ ചിറകുകളെ മറികടന്നു. മണിക്കൂറുകൾക്ക് ശേഷം വിമാനം ജിദ്ദ വിമാനത്താവളത്തിലിറങ്ങി. ഹിജ്റയുടെ ഭൂമിയിൽ കാൽ കുത്തിയപ്പോൾ മഹ്മൂദ് തീവ്രമായി കരഞ്ഞു. താൻ ഹറമിൽ നിന്ന് പ്രവാചകന്മാർ തവാഫ് ചെയ്ത പവിത്ര ആത്മാക്കൾ സാഷ്ടാംഗം ചെയ്ത ഭവനത്തിൽ നിന്ന് ഏതാനും ചുവടുകൾ മാത്രം അകലെയാണെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ നേരെ മക്കയിലേക്ക് പോയി. ഗ്രാൻഡ് മസ്ജിദിനോട് അടുക്കുന്തോറും അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അത് കേൾക്കാവുന്നതാണെന്ന് തോന്നി. കഅബ ആദ്യമായി കണ്ടപ്പോൾ അവന്റെ പാദങ്ങൾ നിന്നു കണ്ണീർ നിയന്ത്രണാതീതമായി ഒഴുകി. അവൻ കൈകൾ ഉയർത്തി പറഞ്ഞു, "ഓ അല്ലാഹുവിന്റെ ഭവനം, എന്റെ കണ്ണുകൊണ്ട് കാണാൻ എന്നെ ജീവിപ്പിച്ചതിന് നിനക്ക് സ്തുതി." അവൻ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്തു സഫയ്ക്കും മർവയ്ക്കുമിടയിൽ നടന്നു. അത്യന്തം വിനയത്തോടെ ഉംറ പൂർത്തിയാക്കി. ഓരോ ദുആയും അവന്റെ ഹൃദയത്തിൽ നിന്നവന്റെ അവസാന പ്രാർത്ഥനയാണെന്ന മട്ടിലുയർന്നു. തനിയെ തവാഫ് ചെയ്യുന്നില്ല, മാലാഖമാർ തന്നെ വലയം ചെയ്യുന്നുവെന്നും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നുവെന്നും അവന് തോന്നി. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് അവന്റെ ജീവിതത്തിൽ മാത്രമല്ല, മുഴുവൻ മക്കയിലെ ഹറമിനെയും ഞെട്ടിക്കുന്ന ഒരു മഹത്തായ രംഗത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. തവാഫും സായും പൂർത്തിയാക്കിയ ശേഷം മഹ്മൂദ് ഹറമിൽ കഴിയുന്നത്ര സമയം തങ്ങാൻ തീരുമാനിച്ചു. അത്യന്തം ക്ഷീണിതനായ അവൻ ഒരു തൂണിനരികിൽ ഇരുന്ന് കഅബയുടെ ചുവരിൽ തല ചാരിക്ഷീണം കാരണം കണ്ണുകൾ അടച്ചു. ഉറക്കത്തിലൊരു മഹത്തായ പ്രകാശം ആ സ്ഥലത്തെ നിറയ്ക്കുന്നതും അതിമനോഹരമായ ഒരു മനുഷ്യൻ ആശ്വാസകരമായ പുഞ്ചിരിയോടെ തന്റെ അടുത്തേക്ക് വരുന്നതും അവൻ കണ്ടു. ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന്റെ ഹൃദയമറിഞ്ഞു, അത് അല്ലാഹുവിന്റെ ദൂതനാണവന്റെ മേൽ സമാധാനമുണ്ടാകട്ടെ. പ്രവാചകൻ അടുത്തുവന്നവന്റെ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു, "ഓ മഹ്മൂദേനി, നിന്റെ രക്ഷിതാവിനെ വിളിച്ചു. ഇപ്പോൾ നിന്റെ മേൽ രോഗശാന്തി ഇറങ്ങിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുവാദത്തോടെ എഴുന്നേൽക്കുക, നിനക്ക് രോഗശമനം ലഭിച്ചു, യൗവനം തിരികെ ലഭിച്ചു." മഹ്മൂദ് ഞെട്ടലോടെ ഉണർന്നു. പക്ഷേ അവന് വേദന അനുഭവപ്പെട്ടില്ല. അവൻ പെട്ടെന്ന് എഴുന്നേറ്റു കൈകൾ നീട്ടി. സന്ധികളിലെ വേദനശ്വാസ തടസ്സം, ശരീരത്തിന്റെ ഭാരം, വർഷങ്ങളായി അവനെ ക്ഷീണിപ്പിച്ച രോഗം അപ്രത്യക്ഷമായിരുന്നു. അവന്റെ ചുവടുകൾ ലഘുവായി, കാഴ്ച വ്യക്തമായി, പുഞ്ചിരി ഒരിക്കലും മങ്ങിയില്ല. അവൻ ഹറമിനുള്ളിൽ ഓടികരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു, "അല്ലാഹുവിന്റെ ശപഥം, അവൻ എന്നെ സുഖപ്പെടുത്തി. ഞാൻ പ്രിയപ്പെട്ടവനെ കണ്ടു. ഞാൻ അവനെ വിളിച്ചു, അവൻ പ്രതികരിച്ചു. അല്ലാഹുവിന്റെ ശപഥം, അവൻ എന്നെ സുഖപ്പെടുത്തി." ജനങ്ങൾ അവന്റെ ചുറ്റും കൂടി. ചിലർ കരഞ്ഞു, ചിലർ തക്ബീർ വിളിച്ചു, മറ്റു ചിലർ അല്ലാഹുവിന് നന്ദി പറഞ്ഞ് സാഷ്ടാംഗം ചെയ്തു. വാർത്ത ഹറമിൽ വേഗത്തിൽ പരന്നു. ഈജിപ്തിൽ നിന്ന് വന്ന ഒരു ദരിദ്രനും രോഗിയുമായ മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അവൻ ഹജ്ജിന്റെ സ്വപ്നം നൽകി, രോഗശമനം നൽകി, പ്രവാചകനെ കാണാൻ അനുവദിച്ചു. ഹാജി മഹ്മൂദിന്റെ കഥ വെറുമൊരു സ്വപ്നസാഫല്യത്തിന്റെ കഥയല്ല. അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സന്ദേശമായിരുന്നു. ആത്മാർത്ഥമായ ദുആ ഒരിക്കലും നിരസിക്കപ്പെടില്ല. അല്ലാഹുവിനെല്ലാം സാധ്യമാണ്. അവന്റെ കരുണ നാം സങ്കൽപ്പിക്കുന്നതിലും വലുതാണ്. അല്ലാഹുവിന്റെ കോപം ആകാശത്തിൽ നിന്നുള്ള ശിക്ഷയല്ല, മറിച്ച് കഠിന മനസ്സുള്ളവർക്ക് ഒരു ജീവനുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. ദരിദ്രരും ആവശ്യക്കാരും ഈ ലോകത്തിന്റെ സമ്പത്തിനേക്കാൾ കൂടുതൽ കരുണ അർഹിക്കുന്നു. അനുഗ്രഹങ്ങൾ പണത്തിൽ നിന്നല്ല, വിനയമുള്ള ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ നിന്നുമാണ് വരുന്നതെന്ന് അത് ഒരു നിശബ്ദ സന്ദേശമായിരുന്നു. നിന്നെ ഈ മനുഷ്യന്റെ കഥ സ്പർശിച്ചെങ്കിൽ, "ഓ അല്ലാഹു, മുഹമ്മദിനുമേൽ സമാധാനവും അനുഗ്രഹവും അയക്കണമേ" എന്ന് പറയാൻ മറക്കരുത്. ഈ വീഡിയോ പങ്കുവയ്ക്കാൻ മറക്കരുത്. ഒരു ഹൃദയത്തെ നയിക്കാനോ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറക്കാനോ ഇത് കാരണമായേക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.